ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച വിഷയമാണ്. നാളെ മരണാനന്തര ജീവിതത്തിന് ശേഷം എല്ലാ മനുഷ്യരും മരണപ്പെട്ട് നാളെ പരലോകത്തെത്തിയതിന് ശേഷം മരണത്തെ ഒരാടിൻ്റെ രൂപത്തിൽ കൊണ്ടുവരും. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, യുഅ്താ ബിൽ മൗതി കഹൈഅതി കബിഷിൻ, ഒരാടിൻ്റെ രൂപത്തിൽ നാളെ മരണത്തെ പരലോകത്ത് കൊണ്ടുവരും. എന്നിട്ട് ഫയുനാദി മുനാദിൻ, നാളെ പരലോകത്ത് വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന, ഏ സ്വർഗത്തിൻ്റെ ആളുകളെ എന്ന് വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും. അപ്പോൾ സ്വർഗത്തിലുള്ള ആളുകൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എത്തി നോക്കുമെന്നുള്ളതാണ്. എന്നിട്ട് അയാൾ ചോദിക്കാണ്, ഹൽ തഅരിഫൂന ഹാദാ, ഇതാരാണ്, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്നാ വിളിച്ചു പറഞ്ഞ ആൾ ചോദിക്കും. അപ്പോൾ സ്വർഗത്തിൻ്റെ അവകാശികൾ അതിന് കൊടുക്കുന്ന മറുപടി, നഅം ഹാദൽ മൗത്ത്, ഞങ്ങൾക്കറിയാം ഇത് മരണമാണ്. രണ്ടാമത് വിളിച്ചു പറയുന്ന ആൾ വീണ്ടും വിളിച്ചു പറയും, യാ അഹ്ലന്നാർ, നരകത്തിൻ്റെ അവകാശികളെ എന്ന് വിളിച്ചു പറയും. അപ്പം നരകത്തിൻ്റെ അവകാശികളായ ആളുകൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എത്തി നോക്കും. ആ നോക്കുന്ന സമയത്ത് ഇയാൾ ചോദിക്കാണ്, ഇതെന്താണെന്ന് നരകത്തിൻ്റെ അവകാശികളെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം നരകത്തിൻ്റെ ആളുകളും അതിന് മറുപടി കൊടുക്കും, നഅം ഹാദൽ മൗത്ത്, ഇത് മരണമാണ് എന്നുള്ളതാണ്. എല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്ത് അതിനെ അറുത്ത് കളയും, ആ ആടിനെ അറുത്ത് കളയും. എന്നിട്ട്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മ യഖൂലു, പിന്നീട് പറയപ്പെടും, യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ഫലാ മൗത്ത്, സ്വർഗത്തിൻ്റെ അവകാശികളെ, ഇനി നിങ്ങൾക്ക് മരണമില്ല, ഇനി നിങ്ങൾ സ്വർഗത്തിൽ ശാശ്വതരായിക്കൊണ്ട് മരണമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വീണ്ടും വിളിച്ചു പറയും, വയാ അഹ്ലന്നാർ, നരകത്തിൻ്റെ അവകാശികളെ, ഖുലൂദുൻ ഫലാ മൗത്ത്, നിങ്ങൾക്കും മരണമില്ല, ഇനി നിങ്ങൾ നരകത്തിലെ അദാബുകൾ കൊണ്ട്, ശിക്ഷകൾ കൊണ്ട് ഈ ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെ മരണമില്ലാതെ കഴിഞ്ഞു പോവും എന്ന് വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. സ്വർഗത്തിൽ മരണമില്ല, നരകത്തിലും മരണമില്ല. ആ മരണമില്ലാത്ത ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും പണിയെടുക്കുന്നത്. റഹ്മാനായ റബ്ബ് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്, ഫിൽ ജന്നതി മിഅത ദറജ. സ്വഹാബ, സ്വർഗത്തിന് 100 തട്ടുകളാണുള്ളത്. ആ 100 തട്ടുകളിൽ 2 തട്ടുകൾക്കിടയിൽ കമാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമിയോളം വിശാലത ഉണ്ട്. 100 തട്ടുകളാണ്. ആ 100 തട്ടുകളിൽ 2 തട്ടുകൾക്കിടയിൽ ആകാശഭൂമിയോളം വിശാലതയുണ്ട്. എന്നിട്ട് വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വൽ ഫിർദൗസു അലാഹാ ദറജ, ആ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി ജന്നാത്തുൽ ഫിർദൗസാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് സ്വർഗം ചോദിക്കുമ്പോൾ നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. ജന്നാത്തുൽ ഫിർദൗസിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാണ്, വമിൻഹാ തുഫജ്ജിറു അൻഹാറുൽ ജന്നത്തിൽ അർബഅ, 4 അരുവികൾ ഉത്ഭവിക്കുന്നത് ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നാണ്. അപ്പോൾ ഏറ്റവും സ്വർഗത്തിൻ്റെ സുന്ദരമായ ഭാഗം, ഏറ്റവും ഉന്നതികരായ ഒരു പദവി എന്നുള്ളത് ജന്നാത്തുൽ ഫിർദൗസാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഓരത്തെത്തിയാൽ മതി എന്നല്ല ആഗ്രഹിക്കേണ്ടത്, ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കണേ എന്നാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വഹാബികൾ ചോദിക്കാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, എങ്ങനെയാണ് സ്വർഗം? സ്വർഗത്തെക്കുറിച്ച് കൂടുതൽ കേട്ടവരാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത്. പക്ഷെ എത്ര കേട്ടിട്ടും അവർക്ക് സ്വർഗത്തോടുള്ളൊരു പൂതി, അതിനോടുള്ള ആഗ്രഹം തീരുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോഴൊക്കെ സ്വഹാബത്തിന് ചോദിക്കാനുള്ളത്, അല്ലാഹുവിൻ്റെ റസൂലേ, സ്വർഗം എങ്ങനെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലബിനത്തും മിൻ ഫില്ലത്തിൻ വലബിനത്തും മിൻ ദഹബിൻ. സ്വഹാബ, സ്വർഗത്തിലെ ഇഷ്ടിക എന്ന് പറഞ്ഞാൽ സ്വർണവും വെള്ളിയാണ്. സ്വർഗത്തിലെ ഇഷ്ടിക എന്ന് പറഞ്ഞാൽ സ്വർണവും വെള്ളിയുമാണ്. വമിലാത്തുഹൽ മിസ്കുൽ അസ്ഫർ, അവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ കസ്തൂരിയാണ്. വഅസ്ബാഉഹാ അൽലുഉലു വൽ യാഖൂത്ത്, അവിടുത്തെ കല്ല് എന്ന് പറഞ്ഞാൽ മുത്തും പവിഴവുമാണ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ചിന്തക്കപ്പുറമാണ് സ്വർഗം. അതുകൊണ്ടാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്, ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു മനുഷ്യൻ്റെ മനസ്സും വിഭാവന ചെയ്യാൻ കഴിയാത്തതാണ് സ്വർഗം. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗത്തിന് വേണ്ടി അങ്ങേയറ്റം പോരാടിയവരായിരുന്നു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത്. സ്വർഗം പകരം നൽകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ത്യജിക്കാൻ, എല്ലാം ഉപേക്ഷിക്കാൻ സ്വഹാബികൾക്കൊരു മടി ഉണ്ടായിട്ടില്ല. ഇതിന് 3-ാം വർഷം ഉഹദ് യുദ്ധത്തിൻ്റെ തലേ ദിവസം ഉഹദ് യുദ്ധത്തിൻ്റെ പോർക്കളത്തിൽ ഉഹദിൻ്റെ മൈതാനത്ത് 2 സ്വഹാബികൾ മാറിയിരിക്കുന്നുണ്ട്. ഒന്ന് അബ്ദുല്ലാഹി ബിൻ ജഅ്ഷും 2 സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉഹദ് യുദ്ധം നടക്കാനിരിക്കുന്ന പോർക്കളത്തിൽ ഉഹദിൻ്റെ തലേന്ന് ആ ഭാഗത്ത് അവർ ഒരുമിച്ച് കൂടുകയാണ്. അബ്ദുല്ലാഹി ബിൻ ജഅ്ഷ് റളിയല്ലാഹു അൻഹു പറയാണ്, സഅദേ, നാളെ ഉഹദ് യുദ്ധമാണ്, എന്താണ് സംഭവിക്കുക എനിക്കോ നിനക്കോ പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഞാനോ അല്ലെങ്കിൽ നീയോ ആയിരിക്കും തിരിച്ച് വീട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മൾ 2 പേരും മരണപ്പെടും. അതുകൊണ്ട് വളരെ തുച്ഛമായ സമയം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് ഈ സമയത്തൊന്ന് ഉപയോഗപ്പെടുത്താം. എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? അബ്ദുല്ലാഹി ബിൻ ജഅ്ഷ് റളിയല്ലാഹു അൻഹു പറയാണ്, നീ ആദ്യം പ്രാർത്ഥിക്കണം. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി ഞാൻ ആമീൻ പറയാം.
പിന്നീട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി നീ ആമീൻ പറയണം. ആദ്യമായിക്കൊണ്ട് ആകാശഗോളങ്ങളിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവേ, നാളെ ഉഹുദിൻ്റെ രണഭൂമിയിൽ, ഉഹുദിൻ്റെ പോർക്കളത്തിൽ, ഉഹുദിൻ്റെ മൈതാനത്ത് നിന്റെ ദീനിനെ വെറുക്കുന്ന, നിന്റെ ദീനിനെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ശത്രുവിനെ എനിക്ക് കണ്ടുമുട്ടണം, അയാളെ എനിക്ക് വധിക്കണം. നാളെ റബ്ബിൻ്റെ പരലോകത്ത് എണീറ്റ് നിൽക്കുമ്പോൾ സഅദേ എന്ത് ചെയ്തു എനിക്ക് വേണ്ടി, എൻ്റെ ദീനിന് വേണ്ടി എന്ന് എൻ്റെ റബ്ബ് എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ റബ്ബിനോട് എനിക്ക് മറുപടി പറയണം, റബ്ബേ, നിന്റെ ദീനിനെ ഉന്മൂലനം ചെയ്യാൻ വന്ന ഏറ്റവും വലിയ ശത്രുവിനെ ഞാൻ ഇല്ലാതാക്കിയിട്ടുണ്ട്, അങ്ങനെ എനിക്ക് സ്വർഗത്തിലെത്തണം, അതാണ് എൻ്റെ ആഗ്രഹമെന്ന് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ബിൻ ജഅ്ശ് റളിയല്ലാഹു അൻഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി ആമീൻ പറഞ്ഞു. രണ്ടാമത്തെ ഊഴ ആരുടേതാണ്? അബ്ദുല്ലാഹി ബിൻ ജഅ്ശ് റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്. അബ്ദുല്ലാഹി ബിൻ ജഅ്ശ് റളിയല്ലാഹു അൻഹു ആകാശഗോളങ്ങളിലേക്ക് കൈയുയർത്തി. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. സഹോദരന്മാരെ, നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു പ്രാർത്ഥന. അബ്ദുല്ലാഹി ബിൻ ജഅ്ശ് റളിയല്ലാഹു അൻഹു കൈകളിങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നാളെ ഉഹുദിൻ്റെ രണഭൂമിയിൽ, ഉഹുദിൻ്റെ പോർക്കളത്തിൽ നിന്റെ ദീനിനെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നിന്റെ ദീനിനെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ശത്രുക്കളെ അവരെന്നെ വളയണം. അവർ വളഞ്ഞ് അവരെൻ്റെ കണ്ണ് ചൂന്നെടുക്കണം, എൻ്റെ ചെവി മുറിച്ച് മാറ്റണം, അവരെൻ്റെ ശരീരത്തിലേക്ക് അമ്പുകൾ കൊണ്ടും കുന്തങ്ങൾ കൊണ്ടും കുത്തി രക്തം വാർന്നൊലിക്കുന്ന രൂപത്തിൽ എനിക്ക് ഷഹീദാകണം, അതാണ് എൻ്റെ ആഗ്രഹം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആമീൻ പറയാണ്. അബ്ദുല്ലാഹി ബിൻ ജഅ്ശ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്തിനാണ് ഈ രൂപത്തിൽ ഞാൻ ഷഹീദാകണത്? നാളെ റബ്ബ് സുബ്ഹാനഹു തആല മരണാനന്തര ജീവിതത്തിന് ശേഷം എന്നോട് ചോദിക്കണം, യാ അബ്ദല്ലാ, അല്ലാഹു എൻ്റെ പേര് വിളിച്ച് ചോദിക്കണം, അബ്ദുല്ലാ ഫീമാ ജുദി അൻഫുക വ ഉദ്നാക, അബ്ദുല്ലാ നിൻ്റെ കണ്ണിനും നിൻ്റെ മൂക്കിനും നിൻ്റെ ചെവിക്കൊക്കെ എന്ത് പറ്റി എന്ന് എൻ്റെ റബ്ബ് എന്നോട് ചോദിക്കണം. അപ്പം എനിക്ക് എൻ്റെ റബ്ബിനോട് പറയണം, റബ്ബേ, എൻ്റെ ശരീരം മുഴുവനും നിൻ്റെ മാർഗത്തിൽ ഞാൻ ദാനം നൽകി റബ്ബേ എന്ന് എൻ്റെ റബ്ബിനോട് എനിക്ക് പറയണം. അങ്ങനെ സ്വർഗത്തിലെത്തണം, അതാണ് എൻ്റെ ആഗ്രഹം. ഉഹദ് യുദ്ധം കഴിഞ്ഞ് ഉഹദിൻ്റെ പോർക്കളത്തിൽ മരണപ്പെട്ട സ്വഹാബികളുടെ മയ്യത്ത് നോക്കാൻ വേണ്ടി സ്വഹാബികൾ ചെന്നപ്പോൾ ഒരു ശരീരം, സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരു മയ്യത്ത് കണ്ടു. കണ്ണ് ചുവന്നെടുത്ത് ചെവി മുറിച്ച് മാറ്റി ഒരു കുന്തത്തിൻ്റെ മേലിൽ നാട്ടിയ ശരീരമായി രക്തം വാർന്നൊലിച്ച് മരണപ്പെട്ട സ്വഹാബി അബ്ദുല്ലാഹി ബിൻ ജഅ്ശ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് കണ്ട സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കാണ്, കാനത്ത് ദഅവതുഹു ഖൈറൻ മിൻ ദഅവതി, എൻ്റെ പ്രാർത്ഥനയേക്കാൾ എത്രയോ ഉന്നതമായിരുന്നു എൻ്റെ സഹോദരൻ അബ്ദുല്ലാഹി ബിൻ ജഅ്ശ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ശരീരത്തിലേക്ക് മാരകമായ അമ്പുകൾ കൊണ്ട് കുത്തിയിറക്കുമ്പോൾ അവർക്കും വേദനിച്ചിട്ടുണ്ട്. നമ്മളെപ്പോലെ തന്നെ പച്ചയായ മനുഷ്യന്മാരാണ്. നമ്മൾ സാധാരണ ആലോചിക്കാറുണ്ട്, ഈ രൂപത്തിൽ ഏത് രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നാലും സ്വഹാബികൾ സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർക്ക് കഴിഞ്ഞത്? അതിനൊറ്റ ഉത്തരവുള്ളൂ, അവരുടെ ആഗ്രഹം തന്നെ സ്വർഗമാണ്, അവരുടെ സ്വപ്നം തന്നെ സ്വർഗമാണ്. നമ്മുടെ ആഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ് സ്വർഗം, നമ്മുടെ സ്വപ്നങ്ങളിൽ ഒന്ന് മാത്രമാണ് സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു തആല അവരെപ്പോലെ ആകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉഹദിൻ്റെ രണഭൂമിയിലേക്ക് അന്നുഅ്മാൻ ഇബ്നു കൗക്കൽ എന്ന് പറയുന്നൊരു സ്വഹാബി കടന്നു വരുന്നുണ്ട്. സ്വഹാബിൻ്റെ പ്രത്യേകത, അദ്ദേഹം മഅറജാണ്, കാലിന് മുടന്തുള്ള, കാലിന് ശേഷിക്കുറവുള്ള സ്വഹാബിയാണ് അന്നുഅ്മാൻ ഇബ്നു കൗക്കൽ എന്ന് പറയുന്ന സ്വഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചയക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാലിന് ശേഷിക്കുറവുള്ള, കാലിന് മുടന്തുള്ള ആളാണ്, നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കണ്ട, നിങ്ങൾ തിരിച്ചു പോയിക്കോ. പക്ഷെ ചെറിയ കുട്ടികൾ വാശി പിടിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്ന് വാശി പിടിക്കുകയാണ് മഹാനായ നുഅ്മാൻ ഇബ്നു കൗക്കൽ എന്ന് പറയുന്ന സ്വഹാബി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. ഇന്ന് ഉഹദിൽ മരണപ്പെട്ട 70ഓളം സ്വഹാബിമാരുടെ പേരെണ്ണി നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു പേര് കാണാൻ കഴിയും, നുഅ്മാൻ ഇബ്നു കൗക്കൽ എന്ന് പറയുന്ന കാലിന് മുടന്തുള്ള ശേഷിക്കുറവുള്ള സ്വഹാബിയുടെ പേര്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഉഹദിൻ്റെ രണഭൂമിയിലേക്ക് വന്ന സമയത്ത് ഒരു കുഴി കുഴിച്ചു. നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹത്തിന് കാലിന് മുടന്തുണ്ട്, ശേഷിക്കുറവുണ്ട്. അപ്പോൾ ഉഹദിൻ്റെ രണഭൂമിയിൽ ഒരു കുഴി കുഴിച്ചു.
എന്നിട്ട് ആ കുഴിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മുടന്തുള്ള കാല് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടി. എന്തിനാണ്? ശത്രുക്കളായ ആളുകൾ എന്നെ ആക്രമിച്ച് അവരെൻ്റെ ശരീരത്തിലേക്ക് മാരകമായ അമ്പുകൾ കൊണ്ടും കുന്തങ്ങൾ കൊണ്ടും കുത്തി എനിക്ക് വേദന സഹിക്കാൻ കഴിയാതെ വന്നാൽ പോലും ഞാൻ തിരിഞ്ഞോടാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു കുഴി കുഴിച്ച് ആ കുഴിയിലേക്ക് ഈ സ്വഹാബിൻ്റെ കാലിറക്കി വെച്ച് മണ്ണിട്ട് മൂടി. എന്നിട്ട് കയ്യിൽ നിന്നും വാള് തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി യോദ്ധാക്കളായ ആളുകൾ കെട്ടുന്ന ഒരു കയർ ഉപയോഗിച്ച് ഒരു കെട്ടും കെട്ടി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അക്സംതു അലൈക യാ റബ്ബിയൽ ഇസ്സ അല്ലാ തഗീബ ശംസ് ഹത്താ തഅബിയ റജതി ഹാദിഹി ഹളറൽ ജന്ന. അല്ലാഹുവേ, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഈ മുടന്തുള്ള കാലുമായി ഞാൻ നിന്റെ അരികിലേക്ക് വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അന്നുഉമാൻ ഇബ്നു ഖൗക്കൽ എന്ന് പറയുന്ന സ്വഹാബി ഉഹദിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പറയാണ്, ഫഇന്നി റഅയ്തുഹു ഫിൽ ജന്ന മാ ബിഹി അറജുൻ, ഞാൻ അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ കണ്ടിട്ടുണ്ട്. ആ സ്വഹാബിക്ക് കാലിന് മുടന്തില്ല. ആ സമയത്ത് സ്വർഗത്തിൽ പ്രവേശിച്ച സമയത്ത് അദ്ദേഹത്തിന് കാലിന് മുടന്തുണ്ടായിരുന്നില്ല എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗം ഉണ്ട് എന്ന് കേട്ടാൽ എല്ലാം ത്യജിക്കാൻ തയ്യാറായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അത് ശാരീരികപരമായി മാത്രമല്ല, സാമ്പത്തികപരമായി ഈ സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കും, പകരം അള്ളാന്റെ സ്വർഗ്ഗമാണെന്ന് പറഞ്ഞാൽ അത് മുഴുവനും ത്യജിക്കാൻ, അത് മുഴുവനും നൽകാൻ സ്വഹാബികൾക്കൊരു മടിയുണ്ടായിട്ടില്ല. അൻസ്വാരികളുടെ കൂട്ടത്തിൽ ഒരു യുവാവുണ്ടായിരുന്നു. ആ യുവാവിന് മദീനയിൽ ഒരു ഈത്തപ്പന തോട്ടമുണ്ട്. ശ്രദ്ധിക്കണേ, മദീനയിൽ ഒരു ഈത്തപ്പന തോട്ടം. ആ ഈത്തപ്പന തോട്ടത്തിന് അദ്ദേഹത്തിന് അതിര് കെട്ടാൻ വേണ്ടി തീരുമാനിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്താണ്. അപ്പോൾ മദീനയിലെ ഈത്തപ്പന തോട്ടത്തിന് അതിര് കെട്ടാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അയാളുടെ അയൽവാസിയായ ഒരു സുഹൃത്തിൻ്റെ ഈത്തപ്പന മരം ഇയാളുടെ പറമ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമാണ്, ആ ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന മരത്തിൽ നിന്നും ഈത്തപ്പഴം അദ്ദേഹത്തിൻ്റെ പറമ്പിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ പറമ്പിലുള്ള ഈത്തപ്പഴാണെന്ന് കരുതി ഈ അൻസ്വാരിയായ സ്വഹാബി ഭക്ഷിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ഹക്കല്ലല്ലോ. അതുകൊണ്ട് തന്നെ അയൽവാസിയായ സുഹൃത്തിനോട് പോയി ചോദിച്ചു, നിങ്ങൾ ഈ ഈത്തപ്പന മരം എനിക്ക് തരുമോ? നിങ്ങൾ വെറുതെ തരണ്ട, നിങ്ങൾ പറയുന്ന പണം ഞാൻ നൽകാം. നിങ്ങൾ എത്രയാണോ ഈ മരത്തിന് പണം പറയണത് ആ പണം നൽകി ഈ ഈത്തപ്പന മരം വാങ്ങാൻ ഞാൻ തയ്യാറാണ്, നിങ്ങൾ എനിക്ക് നൽകുമോ? ആ മനുഷ്യൻ അതിന് സമ്മതിക്കണില്ല. പ്രശ്നം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ മുമ്പിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറയാണ്, അഅതിഹിൻ നഖല, നിങ്ങളായി ഈത്തപ്പന മരം ആ അൻസ്വാരി യുവാവിന് കൊടുക്കും. 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅതിഹിൻ നഖല, അഅതിഹിൻ നഖല, നിങ്ങളായി ഈത്തപ്പന മരം കൊടുക്കും, വെറുതെ വേണ്ട. വലക ബിഹാ നഖലതും ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങൾക്കൊരു ഈത്തപ്പന മരം ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾ ഈ ഈത്തപ്പന മരം ഈ അൻസ്വാരി യുവാവിന് കൊടുത്താൽ നാളെ മരണാനന്തര ജീവിതത്തിന് ശേഷം അള്ളാഹിൻ്റെ സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം എന്ന് പറഞ്ഞിട്ടും ഇയാൾ കൊടുക്കണില്ല. അപ്പോൾ സ്വഹാബികളുടെ കൂട്ടത്തിൽ അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു എണീക്കുകയാണ്. എന്നാൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലേ, ആ ഈത്തപ്പന മരം ഞാൻ വാങ്ങിയിട്ട് ഈ അൻസ്വാരിയായ സ്വഹാബിക്ക് ഞാൻ അത് സമ്മാനമായിട്ട് കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, സ്വർഗത്തിൽ ആ ഈത്തപ്പന മരം എനിക്ക് കിട്ടുമോ? അവരുടെ സ്വർഗത്തോടുള്ളൊരു പൂജ നോക്കാൻ ഈ ആഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തീർച്ചയായും ലഭിക്കും. അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു ആ അയൽവാസിയോട്, ആ ഈത്തപ്പന തോട്ടത്തിൻ്റെ ഉടമയോട് പോയിട്ട് പറയാണ്, ഈ ഈത്തപ്പന മരം നിങ്ങൾ എനിക്ക് തരും, വെറുതെ വേണ്ട. മദീനയിൽ ഇന്നാലിന്ന ഭാഗത്ത് 600 ഈത്തപ്പന മരങ്ങളുള്ളൊരു തോട്ടം എനിക്കുണ്ട്, അത് നിങ്ങളെടുത്തോ, പകരം ഈ ഈത്തപ്പന മരം മാത്രം എനിക്ക് നൽകിയാൽ മതി. അയാൾ സമ്മതിച്ചു. എന്നിട്ട് അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, ആ ഈത്തപ്പന മരം ആ അൻസ്വാരിയായ യുവാവിന് സമ്മാനമായിട്ട് കൊടുത്തു. അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിൽ ആ തോട്ടത്തിൻ്റെ ഭാഗത്തൊരു വീടും കെട്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ താമസിക്കണത്. അദ്ദേഹം വീടിൻ്റെ മുമ്പിൽ പോയിട്ട് വിളിക്കാണ്, ഉമ്മുദ്ദഹ്ദാ, ഉമ്മുദ്ദഹ്ദാ ഭാര്യനെ വിളിച്ചിട്ട് പറയാണ്, നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക, ഞാൻ ഈ തോട്ടം വിറ്റിട്ടുണ്ട്. ഭാര്യ ചോദിക്കാണ്, ലിമൻ, ആർക്കാണ് വിറ്റത്? അദ്ദേഹത്തിൻ്റെ മറുപടി, ലില്ലാ, അള്ളാഹുവിനാണ്. നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഇതിന് പകരമായിട്ട് ഒരു ഈത്തപ്പന മരമുണ്ട്, അതിനു വേണ്ടി ഈ തോട്ടം ഞാൻ വിറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ
ആ ഭാര്യ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? റബിഹൽ ബൈ, എത്ര ലാഭകരമായ കച്ചവടമാണ് അബൂദഹ്ദാ നിങ്ങൾ ചെയ്തത്, അള്ളാഹു നിങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയാണ്. അവരൊക്കെ അത്രത്തോളം ആ സ്വർഗത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കവി ചൊല്ലുന്ന കവിതയിൽ കാണാൻ കഴിയും, ഫതശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഇന്ന തശബ്ബഹ ബിൽ കറാമി ഫലാഹു. നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികളെ പോലെ ആകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരെ പോലെ ആകാൻ ഒന്ന് പരിശ്രമിക്കുക, ആഗ്രഹിക്കുക എന്നത് തന്നെ ഒരു വിജയമാണ്. നമുക്കാർക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ബിലാലും അമ്മാറും യാസുറും സുമയ്യയും റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരെ പോലെ ആർക്കും നമുക്ക് ആകാൻ കഴിയണില്ല. എന്നാൽ ഇവരെ പോലെ ആകാൻ ഒന്ന് ആഗ്രഹിക്കുക, ഒന്ന് കൊതിക്കുക, അത് തന്നെ വിജയമാണ് എന്ന് കവിതയിലൂടെ സൂചിപ്പിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. അള്ളാഹുവിൻ്റെ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം നൽകാൻ അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ലക്ഷ്യവും സ്വർഗമാണ്. നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ആഗ്രഹവും സ്വർഗമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പല ആവശ്യങ്ങളുണ്ടായിട്ടും ആ ആവശ്യങ്ങളെല്ലാം മാറ്റി നമ്മൾ ഇവിടെ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗം ലഭിക്കാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ വിശ്വാസം ശരിയാക്കുക എന്നുള്ളത്. നമ്മുടെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാകണം. നമ്മുടെ സഹായതേട്ടം അള്ളാഹുവിനോട് മാത്രമാകണം. ഏത് പ്രയാസം വന്നാലും ഏത് ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, നമുക്ക് തേടാനുള്ളത് അള്ളാഹുവിനോട് മാത്രമാണ്. നമസ്കാരത്തിൽ കൈകെട്ടിയിട്ട് പറയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നൊക്കെ പറഞ്ഞ് ആ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വീഴാൻ പോകുമ്പോൾ വിളിക്കാണ് ബദരീങ്ങളെ എന്നുള്ളത്. ആ വിശ്വാസം ശരിയല്ല പ്രിയപ്പെട്ടവരെ. ആരും മോശാക്കാനല്ല, ആരും കളിയാക്കാനല്ല. അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. ലോകത്ത് കടന്നു വന്ന 1,00,000-ൽ പരം പ്രവാചകന്മാരും നമ്മൾ ആദ്യമായി കൊണ്ട് പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അരികിലേക്ക് ജിബ്രീൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയെ വല്ല സഹായം വേണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിന് കൊടുത്ത മറുപടി എന്താ? ജിബ്രീൽ, എനിക്ക് സഹായം വേണം, പക്ഷെ നിങ്ങളുടെ സഹായം വേണ്ട. ഹസ്ബി അല്ലാഹ് വ നിഅ്മൽ വക്കീൽ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പിൽ ചെങ്കടലാണ്, പുറകിൽ ഫിറൗനിൻ്റെ സൈന്യമാണ്. ബനു ഇസ്രായേൽ ജനത പറയുന്നുണ്ട്, മൂസാ നബിയെ നമ്മളകപ്പെട്ടു, നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി എന്താ? ഇന്ന മഅയ റബ്ബി സയഹദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിക്കുമെന്നാണെങ്കിൽ. അതേപോലെ തന്നെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അയ്യൂബ് നബിൻ്റെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, ശരീരം പൊട്ടിയൊലിച്ച് ചെറിയ പുഴുക്കളെ വലിയ പുഴുക്കൾ തിന്നു മാറി പൊട്ടിയൊലിക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ രോഗം മാറാൻ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചതെങ്കിൽ, മക്കളില്ലാതെ പ്രയാസപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മക്കളെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണെങ്കിൽ, മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണെങ്കിൽ, രോഗം വന്നാൽ ആ രോഗം മാറ്റാൻ കഴിയുന്ന റബ്ബാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും തേടാനുള്ളത്, നമുക്കും പ്രാർത്ഥിക്കാനുള്ളത് അള്ളാഹുവിനോട് മാത്രമാണ്. നമ്മുടെ സ്വർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മുടെ വിശ്വാസം ശരിയാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇമാം ബുഖാരി റഹ്മഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാണ്, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ എപ്രകാരമാണ് ആ തിന്മയെ നോക്കിക്കാണുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു പർവ്വതം, ആ പർവ്വതത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ. എന്താ പർവ്വതത്തിൻ്റെ പ്രത്യേകത?
ആ പർവ്വതം അതിൻ്റെ താഴെ ഇരിക്കുന്ന ആളുടെ മേലേക്ക് വീഴാനായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പർവ്വതത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ, പാലത്തൂര് ഈ നാട്ടിൽ വലിയൊരു പർവ്വതം ഉണ്ടെന്ന് വിചാരിക്കുക. ആ പർവ്വതം വീഴാനായിട്ടുണ്ട്. ചെറിയ ഒരു കല്ലിൻ്റെ മുമ്പിൽ ഒരു പുറത്താണ് നിൽക്കുന്നത്. അതിൻ്റെ താഴെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്താണോ അതേപോലെയായിരിക്കും ഹറാമുകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ. ഒരു തിന്മ സംഭവിച്ചാൽ, ഒരു ഹറാമ് സംഭവിച്ചാൽ വല്ലാത്ത പേടിയാണ്, വല്ലാത്ത ഭയമാണ്. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ പ്രത്യേകത. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, വഇന്നൽ ഫാജിറ, തെമ്മാടിയായ മനുഷ്യൻ, യറാ ദുനൂബഹു കദുബാബിൻ മർറ അലാ അൻഫിഹി, തെമ്മാടിയായ മനുഷ്യൻ, ഫാജിറായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഹറാമുകൾ ഉണ്ടാകുമ്പോൾ, തിന്മകൾ ഉണ്ടാകുമ്പോൾ, തോന്നിവാസങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്രകാരമാണ് കാണുക? അവൻ്റെ മൂക്കിൻ്റെ ഭാഗത്ത് പാറി നടക്കുന്ന ഒരു ഈച്ചയെപ്പോലെ. നമ്മളിപ്പോൾ ഒരു ഭാഗത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ചെവിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ പാറി നടക്കുന്ന ഒരു പ്രാണിക്ക്, ഒരു ഈച്ചക്ക് വല്ല വിലയും നമ്മൾ കൊടുക്കുമോ? അതേപോലെ ആയിരിക്കും എത്ര വലിയ ഗുരുതരമായ തിന്മകൾ സംഭവിച്ചാലും, എത്ര വലിയ വൻപാപങ്ങൾ സംഭവിച്ചാലും, വ്യഭിചരിച്ചാലും, കള്ളു കുടിച്ചാലും, പലിശ വാങ്ങിയാലും, പലിശ കൊടുത്താലും, മോഷ്ടിച്ചാലും, എത്ര വലിയ തോന്നിവാസങ്ങൾ ചെയ്താലും മനുഷ്യന്മാർക്ക് പേടി വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനായ മനുഷ്യൻ്റെയും ഫാജിറായ മനുഷ്യൻ്റെയും പ്രത്യേകതകളാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കുമ്പോൾ, ഹറാമുകൾ ഉണ്ടാകുമ്പോൾ ഇതിലേത് രൂപത്തിലാണ് നമ്മൾ കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച വിഷയമാണ് കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ ആദം സന്തതികളും തെറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും തിന്മകൾ സംഭവിക്കുന്നുണ്ട്. ആ തിന്മകൾ സംഭവിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ, അതിൽ തിന്മകൾ സംഭവിക്കുമ്പോൾ ഏറ്റവും ഉത്തമരാരാണ്? തൗബ ചെയ്യുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു ദിവസം തന്നെ 70-ൽ പരം, മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും 100-ൽ പരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരു തിന്മ പോലും സംഭവിക്കാത്ത ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 100-ൽ പരം തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന നമ്മളൊക്കെ എത്ര പ്രാവശ്യം പറയണം? പക്ഷെ നമ്മൾ എത്ര പ്രാവശ്യം പറയാറുള്ളത്? നിസ്കാരം ഇങ്ങനെ സലാം വിട്ടിയിട്ട് ഒരു യാന്ത്രികമായി അസ്തഗ്ഫിറുല്ലാ 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 എന്ന 3 ഇസ്തിഗ്ഫാർ അല്ലാതെ മനസ്സ് തട്ടിയിട്ട് റബ്ബേ പുറത്തു തരണേ. ജീവിതത്തിൽ ഒരു മനുഷ്യൻ അറിഞ്ഞാൽ മറ്റൊരു മനുഷ്യൻ അറിഞ്ഞാൽ അറുപ്പോടും വെറുപ്പോടും കൂടി കാണുന്ന ഒരുപാട് തിന്മകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ കിടക്കുന്ന എൻ്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല, എൻ്റെ മക്കൾ അറിഞ്ഞിട്ടില്ല, സദാസമയം എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരറിഞ്ഞിട്ടില്ല. റബ്ബെ നീയും ഞാനും മാത്രമാണ് അറിഞ്ഞത്. പുറത്തു തരണ റബ്ബെ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് മനസ്സ് തട്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് എത്ര കാലമായി പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളമായിക്കൊണ്ട് തൗബ ചെയ്യണം. മഹാനായ ഇബ്നു ജൗസി റഹ്മഹുല്ലാഹ് പറയുന്ന വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്. അദ്ദേഹം പറയാണ്, ഒരു പാപിയായ മനുഷ്യൻ അയാൾ പാപം ചെയ്യുമ്പോൾ അതെപ്രകാരമാണ്? ആ പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാളുടെ കഴുത്തിൽ ഒരു ചെങ്ങല വരുന്നതിന് തുല്യമാണ്. ആ ചെങ്ങല എപ്രകാരമാണ് അയാൾ കഴിക്കാൻ കഴിയുക? തൗബ കൊണ്ട് മാത്രമാണ്. നമ്മൾ ഓരോ തിന്മകൾ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിലേക്ക് ഒരു ചെങ്ങലയുടെ കണ്ണികൾ ഇങ്ങനെ വരുന്നതിന് പോലെയാണ്. അദ്ദേഹം പറയാണ്, ആ കണ്ണികൾ ഓരോന്നോരോന്ന് അഴിക്കാൻ കഴിയുന്നത് എപ്രകാരമാണ്? തൗബ ചെയ്യുമ്പോഴാണ്, ഇസ്തിഗ്ഫാർ നടത്തുമ്പോഴാണെന്ന് മഹാനായ ഇബ്നു ജൗസി റഹ്മഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളമായി കൊണ്ട് നമ്മൾ തൗബ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതാണ് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം. മൂന്നാമതായി കൊണ്ട് സ്വർഗം ലഭിക്കാനായി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം, ആരാധനകളിൽ കൃത്യനിഷ്ഠത പാലിക്കണം. നമ്മുടെ നിസ്കാരം, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ ദിക്ർ, നമ്മുടെ സൽക്കർമ്മം, ആ വിഷയത്തിൽ ഒരു സ്വാർത്ഥരാകണം. 5 വഖത്ത് നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്നുമില്ല. ഇപ്പം ഇന്ന് ഈ ദിവസം ജമാഅത്ത് നിസ്കാരത്തിന് രാവിലെ സുബഹിക്ക് നമുക്ക് എത്ര പേർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി നിന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറകിലേക്ക് ഇങ്ങോട്ട് നിന്നു. പുറകിലേക്ക് നിന്നിട്ട് സ്വഹാബികളോട് പറയാണ്, സ്വഹാബ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ ഇമാമ് നിൽക്കും. ഇന്ന് സുബഹിക്ക് ജമാഅത്തിന് വരാത്തവരുടെ വീട് ഞാൻ കത്തിച്ച് വരട്ടെ എന്ന് പറഞ്ഞ് പുറകിലേക്ക് നിന്ന ഒരു ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിക്കുക, ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ നിസ്കരിക്കാൻ പോകുന്ന പള്ളിയിൽ ഇമാമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് വിചാരിക്കുക. ഇന്ന് ജമാഅത്തിന് നമ്മൾ സുബഹിക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ എത്ര ആളുകളുടെ വീട് കത്തിച്ചിട്ടുണ്ടാകും?
ഉമർ റളിയല്ലാഹു അൻഹുവിന് അബൂൽ ഉലത്തിൽ മജൂസി എന്ന് പറയുന്ന മജൂസി സുബൈ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് എണീക്കുമ്പോഴാണ് ആ മജൂസി വന്ന് കുത്തണത്. ബോധം നഷ്ടപ്പെട്ട് ബോധം തിരിച്ചു കിട്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം ചോദിച്ചത്, സ്വഹാബ നിങ്ങൾ നിസ്കരിച്ചോ എന്നുള്ളതാണ്. ഞങ്ങൾ നിസ്കരിച്ചു ഉമറെ, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, നിങ്ങളുടെ നിസ്കാരം പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരു തുണി കൊണ്ടുവരാൻ പറഞ്ഞു. ആ കാലഘട്ടത്തിലെ വൈദ്യന്മാർ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വയറിൻ്റെ ഭാഗത്തുണ്ടായ വലിയ മുറിവുകൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വായിലൂടെ പാലും മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ വാപ്പാൻ്റെ വായയിലൂടെ പാലും മരുന്നൊക്കെ കൊടുക്കുന്ന സമയത്ത് വയറിൻ്റെ ഭാഗത്തുണ്ടായ മുറിവിലൂടെ അതൊക്കെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ കുറച്ച് സമയമെങ്കിലും എൻ്റെ ഉപ്പാൻ്റെ വയറ്റിൽ ആ മരുന്ന് നിൽക്കാൻ വേണ്ടി ആ വയറിൻ്റെ ഭാഗത്ത് ഞാൻ എൻ്റെ കൈ കൊണ്ടിങ്ങനെ പൊത്തിപ്പിടിച്ചപ്പോൾ എൻ്റെ കൈ വാപ്പാൻ്റെ വയറിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി എന്നുള്ളതാണ്. അത്ര വലിയ മുറിവാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ഒരു തുണി കൊണ്ടുവരാൻ പറഞ്ഞു. ആ തുണി വയറിൻ്റെ ഭാഗത്ത് മുറുക്കി കെട്ടി. എന്നിട്ട് ഈത്തപ്പന തടിയിൽ ഇങ്ങനെ ചാരിയിരുന്ന് അദ്ദേഹം സുബൈ നിസ്കാരം പൂർത്തീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ തറക സലാത്ത്. നിസ്കാരം ഒഴിവാക്കുന്നവന് ദീനിൽ ഒരോഹരിയില്ല. നമുക്കാർക്കും അങ്ങനൊരു പ്രയാസമില്ല, നമുക്കാർക്കും അങ്ങനൊരു ബുദ്ധിമുട്ടില്ല. എന്നിട്ട് നമുക്കിന്ന് എത്ര പേർക്ക് ജമാഅത്ത് ലഭിച്ചിട്ടുണ്ട്? ശ്രദ്ധിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അതേപോലെ തന്നെ ഖുർആൻ പാരായണം, നമ്മുടെ ദിക്റുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സബഖൽ മുഫരിദൂൻ, സ്വഹാബ മുഫരിദുകളായ ആളുകൾ മുൻകടന്നു. വമൽ മുഫരിദൂന യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂൽ എന്താണ് മുഫരിദുകളായ ആളുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദാകിറൂനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, ധാരാളം ദിക്ർ ചൊല്ലുന്ന പുരുഷന്മാരും സ്ത്രീകളുമാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ആഗ്രഹം, നമ്മുടെയൊക്കെ സ്വപ്നം സ്വർഗമാണ്. സ്വർഗം വെറുതെ ഒരാൾക്കും ലഭിക്കൂല. ആത്മാർത്ഥമായി അതിനെ പ്രാർത്ഥിക്കുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് മാത്രമാണ് സ്വർഗം. റഹ്മാനായ റബ്ബ് ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അല്ലാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ വിശദീകരിച്ച് വന്നത്. മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കുന്നുണ്ട്, മാദിന അഹിലിൽ ജന്നത്തി മൻസില, അല്ലാഹുവേ സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവി എന്താണ്, അല്ലെങ്കിൽ താഴ്ന്ന സ്റ്റേജ് എന്താണ്? സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന സ്റ്റേജ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അതിന് മറുപടി കൊടുക്കുന്നതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. മൂസാ നബിനോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, മൂസാ, സ്വർഗത്തിൽ എല്ലാ മനുഷ്യരും പ്രവേശിച്ച് നരകത്തിലുള്ള ആളുകൾ നരകത്തിലും പ്രവേശിപ്പിച്ച സമയത്ത് നരകത്തിൽ കടക്കുന്നൊരു മനുഷ്യൻ നിരന്തരമായി കൊണ്ട് എന്നോട് പ്രാർത്ഥിക്കുകയാണ്, നിരന്തരമായി എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് ആ മനുഷ്യൻ. നാളെ പരലോകത്ത് സംഭവിക്കുന്നൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ മനുഷ്യൻ ഇങ്ങനെ നിരന്തരമായിട്ട് പറയും, റബ്ബേ വേറൊന്നും വേണ്ട, റബ്ബേ നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. ആ മനുഷ്യൻ പറയുന്ന വാക്കെന്താണ്? ശ്രദ്ധിക്കണേ, വേറൊന്നും വേണ്ട, നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മതി. കാരണം ഒരു മനുഷ്യനും സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്ന ഒന്നല്ല നരകം. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചില്ലേ, കുല്ലമാ നളിറത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, നരകത്തിൽ കടന്ന് മനുഷ്യൻ്റെ തൊലി ഇങ്ങനെ കരിഞ്ഞു പോകുമ്പോഴേ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, വേറെ തൊലി ഇങ്ങനെ നൽകും എന്നുള്ളതാ. ആ തൊലി ഇങ്ങനെ കരിഞ്ഞു പോകുമ്പോഴോ വീണ്ടും അടുത്ത തൊലി ഇങ്ങനെ നൽകും. അപ്പോൾ ഈ മനുഷ്യന് വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കുകയാണ്, റബ്ബേ വേറൊന്നും വേണ്ട, നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മാത്രം മതി. അള്ളാഹു ചോദിക്കേണ്ട, മനുഷ്യ നീ വല്ലാത്ത ധിക്കാരിയാണ്, ദുനിയാവിൽ തെമ്മാടിയെപ്പോലെ ജീവിച്ച ആളാണ്, ഇപ്പം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് നീ പറയണത്? റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഹയാത്തുൻ നഹ്റ എന്ന് പറയുന്ന പുഴയിൽ മുക്കി
സുന്ദരമായ രൂപം നൽകി സ്വർഗത്തിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തും. സ്വർഗം കാണുന്ന സമയത്ത് ആ മനുഷ്യൻ ചോദിക്കും, റബ്ബേ സ്വർഗത്തിലൊന്ന് കയറട്ടെ. ഹദീസിൽ കാണാൻ കഴിയും അള്ളാഹു ചിരിച്ചിട്ട് ചോദിക്കും, നീ എന്താ മനുഷ്യ നേരത്തെ എന്നോട് പറഞ്ഞത്? വേറൊന്നും വേണ്ട, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ മാത്രം മതി എന്നുള്ളത്. അത് ഞാൻ ചെയ്തില്ലേ, ഇപ്പം നിനക്ക് എന്താ വേണ്ടത്? സ്വർഗത്തിൽ കയറണം എന്നാണോ? റഹ്മാനും റഹീമുമായ അള്ളാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യനോട് പറയും, നീ സ്വർഗത്തിൽ കയറിക്കോ, നിനക്ക് വേണ്ടതൊക്കെ എടുത്തോ. ഹദീസിൽ കാണാൻ കഴിയും അയാൾ സ്വർഗത്തിൽ ഓടി വന്ന് റബ്ബിനോട് വന്നിട്ട് പറയും, റബ്ബേ സ്വർഗം നിറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൻ്റെ അവകാശികളെല്ലാം എടുത്തു, എനിക്കൊന്നും ബാക്കിയില്ല. അള്ളാഹു വീണ്ടും പറഞ്ഞയക്കും. വീണ്ടും സ്വർഗം മുഴുവൻ ഓടി വന്ന അയാൾ പറയും, റബ്ബേ സ്വർഗം നിറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബാക്കിയില്ല. 3 പ്രാവശ്യവും ഇയാൾ സ്വർഗം മുഴുവനും ഓടി വന്ന് പറയും, റബ്ബേ നീ എന്നെ കളിയാക്കുകയാണോ? സ്വർഗം നിറഞ്ഞിട്ടുണ്ട് റബ്ബേ, എനിക്കൊന്നും ബാക്കിയില്ല, സ്വർഗത്തിൻ്റെ അവകാശികളെല്ലാം എടുത്തു, എനിക്കൊന്നും അവിടെ ബാക്കിയില്ല. അപ്പം അല്ലാഹു സുബ്ഹാനഹു തആല തിരിച്ചാ മനുഷ്യനോട് ചോദിക്കുകയാണ്, മനുഷ്യ, ദുനിയാവിലൊരു രാജാവ്, ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾ ഞാൻ നിനക്ക് നൽകിയാൽ നീ തൃപ്തിപ്പെടുമോ? ദുനിയാവിലൊരു രാജാവിനെ മനസ്സിലൊന്ന് കണ്ടോക്കാണി. ആ രാജാവിന് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾ, ആർഭാടകരമായ ജീവിതം ഞാൻ നിനക്ക് നൽകിയാൽ നീ തൃപ്തിപ്പെടുമോ എന്ന് ആ മനുഷ്യനോട് റബ്ബ് ചോദിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ പറയാണ്, റബ്ബേ എനിക്കത് മതി, ഞാൻ അതിൽ തൃപ്തനാണ്. അപ്പം അല്ലാഹു പറയാണ്, നിനക്കതുണ്ട്, വമിസ്ലഹു 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 വമിസ്ലഹു, നിനക്കതുണ്ട്, അതിൻ്റെ ഇരട്ടിയുണ്ട്, അതിൻ്റെ ഇരട്ടിയുണ്ട്, അതിൻ്റെ ഇരട്ടിയുണ്ട്. 5ാമത്തെ പ്രാവശ്യം പറയുമ്പോൾ ഇയാൾ റബ്ബിനോട് പറയുന്ന, റബ്ബേ മതി, ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ദുനിയാവിൽ അത്ര വലിയ നന്മ ചെയ്ത ആളെന്നല്ലല്ലോ. ദുനിയാവിലൊരു രാജാവിൻ്റെ 5 മടങ്ങ് സുഖസൗകര്യങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു തആല പറയണത്. അപ്പോൾ റബ്ബിനോട് ഈ മനുഷ്യൻ അങ്ങോട്ട് പറയുന്ന, റബ്ബേ മതി, ഞാൻ തൃപ്തനാണ്. അപ്പം അല്ലാഹു പറയാണ്, പോരാ, ഹാദാ ലക വഅശറതു അംസാലിഹാ, നിനക്ക് അതുണ്ട്, അതിൻ്റെ 10 ഇരട്ടിയുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യന് ലഭിക്കുന്ന ദുനിയാവിലൊരു രാജാവിൻ്റെ സുഖ സൗകര്യത്തിൻ്റെ 10 ഇരട്ടി. എന്നിട്ട് വീണ്ടും അള്ളാഹ് അവസാനിപ്പിക്കണില്ല, വീണ്ടും പറയാണ്, നിൻ്റെ കണ്ണിന് കൺകുളിർമ ലഭിക്കുന്ന, നിൻ്റെ മനസ്സെന്താണോ ആഗ്രഹിക്കണത് അത് മുഴുവനും നിനക്ക് സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ്. സ്വർഗത്തിൽ ആദ്യം കയറുന്ന മനുഷ്യനല്ല, അവസാനം കയറുന്ന മനുഷ്യൻ. ആ മനുഷ്യനും സ്വർഗത്തിൽ കയറിയാൽ സ്വർഗമടക്കും, നരകവും അടക്കും. പിന്നെ സ്വർഗത്തിലുള്ള ആളുകൾ കാലാകാലം സ്വർഗത്തിൽ, നരകത്തിലുള്ള ആളുകളോ കാലാകാലം നരകത്തിലും. അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ ആളുകളൊക്കെ ഇങ്ങനെ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നൊരു ചോദ്യം കൂടിയുണ്ട്, അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൻ്റെ ആളുകളോട് ചോദിക്കുകയാണ്, തുരീദൂന ശൈഅൻ അസീദുക്കും, സ്വർഗത്തിൻ്റെ ആളുകളെ ഇനി നിങ്ങൾക്ക് അധികമായിട്ട് എന്താണ് വേണ്ടത്, സിയാദത്തായിട്ട് എന്താ വേണ്ടത്? അപ്പോൾ സ്വർഗത്തിൻ്റെ ആളുകൾ തിരിച്ച് അതിന് കൊടുക്കുന്ന മറുപടി, റബ്ബേ ഇനി എന്താ ഉള്ളത്? അലം തുബയ്യിദു വുജൂഹനാ വതുനജ്ജിനാ മിനന്നാർ, നീ ഞങ്ങളുടെ മുഖങ്ങളെ പ്രകാശപൂരിതമാക്കി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഞങ്ങളെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നന്മയാണ്, ഏറ്റവും വലിയ നിഅമത്താണ് സ്വർഗം. അത് നീ ഞങ്ങൾക്ക് നൽകിയില്ലേ, ഇനി ഇതിലും വലുത് എന്താ ഉള്ളത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ഫയക്ഷിഫുൽ ഹിജാബ, മറങ്ങനെ നീങ്ങുന്നുള്ളതാണ്. ആ മറ നീങ്ങുന്ന സമയത്ത് മനുഷ്യന്മാർ റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ അവരുടെ കണ്ണുകൊണ്ട് കാണും. ആ കാണുന്ന രംഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദ്രി ഇലാ റബ്ബിഹിം അസ്സ വജല്ല. അള്ളാഹുവിനെ കാണുന്ന ആ ഒരു നിമിഷം, അള്ളാഹുവിനെ കാണുന്ന ആ ഒരു സെക്കൻഡ്, അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം. സ്വർഗത്തിലെ സുഖാനുഭൂതികൾ ഒന്നുമല്ല എന്നവർക്ക് തോന്നും. അത്ര സമയം അവർക്ക് ലഭിച്ചിരുന്ന സുഖാനുഭൂതികളും ആർഭാടകരമായ ജീവിതവും ഒന്നുമല്ല എന്നവർക്ക് തോന്നും. അള്ളാഹുവിനെ കാണുന്ന ആ ഒരു നിമിഷം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ജനിച്ചത് മുതൽ നമ്മുടെ മരണം വരെ നമുക്കെല്ലാം ചെയ്തു തന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു നിമിഷം, ആ നിമിഷമായിരിക്കും ഏറ്റവും വലിയ ആനന്ദം, ആ നിമിഷമായിരിക്കും ഏറ്റവും വലിയ സന്തോഷകരമായി കൊണ്ട് മനുഷ്യന്മാർക്ക് തോന്നുക എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരി സഹോദരന്മാരാലോചിക്കുക, സ്വർഗം അത് ആത്മാർത്ഥമായി കൊണ്ട് പണിയെടുത്ത ആളുകൾക്ക് മാത്രമാണ്. അള്ളാഹു ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു ദിവസം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന
വ അഊദു ബിക മിനന്നാർ. നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? അല്ലാഹുവേ സ്വർഗ്ഗം നൽകണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ഒരു മനുഷ്യൻ 3 പ്രാവശ്യം ചൊല്ലിയാൽ എത്ര സമയം എടുത്തപ്പോൾ ഞാൻ ചൊല്ലാൻ 10 സെക്കൻഡ് പോലും എടുത്തിട്ടുണ്ടാകൂല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. ഇത് ഒരു മനുഷ്യൻ ഒരു ദിവസം 3 തവണ ചൊല്ലിയാൽ നാളെ സ്വർഗം റബ്ബിനോട് പറയും, റബ്ബെ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. നരകം റബ്ബിനോട് പറയും, റബ്ബെ അവനെ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന്. നാളെ സ്വർഗവും നരകവും മനുഷ്യന്മാർക്ക് വേണ്ടി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വർഗത്തിന് വേണ്ടി പ്രയത്നിക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അല്ലാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലും നമ്മെ ഓരോരുത്തരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പരിപൂർണമായി കൊണ്ടും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ കബറിടങ്ങൾ അള്ളാഹു സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. അവരൊക്കെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ ഇതേപോലെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ. ജമീൽ ആപ്പ് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ മൊബൈലുകളിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഇനി ജമീൽ നിങ്ങളുടെ ജീവിതത്തിലും ആത്മമിത്രമാകട്ടെ. ജമീൽ the soulmate. Peace Radio, tuned to reality.